Hey guys, welcome back to another study vlog. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് പഠിക്കാമെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വിചാരിച്ച പോലെ ഒന്നല്ലല്ലോ കാര്യങ്ങൾ നടക്കുക. അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ വൈകുന്നേരമെങ്കിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആവാമെന്ന് വിചാരിച്ച ഒരു ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് അതുപോലെ ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിലെ 3rd ചാപ്റ്ററാണ് ഞാൻ പഠിച്ചത്. 5:45 മുതൽ 7 മണി വരെ ആയിരുന്നു ഞാൻ ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എജുപോർട്ടിൻ്റെ ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് സൈലത്തിൻ്റെയും എജുപോർട്ടിൻ്റെയും ഫിസിക്സും മാത്സൊക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും എജുപോർട്ട് തന്നെ കാണാമെന്ന് വിചാരിച്ചു. യൂട്യൂബ് ക്ലാസ്സാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കാഴ്ചയും വർണ്ണങ്ങളും ലോകം എന്ന് പറഞ്ഞ ആ ചാപ്റ്ററാണല്ലോ. അപ്പം അതൊന്നും കൂടി ഒന്ന് റിവിഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണപ്പരീക്ഷയ്ക്ക് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും വേഗം മറക്കുന്നൊക്കെ ടൈപ്പാണ്. അതുകൊണ്ട് ഞാനത് പഠിച്ചു. നല്ലൊരു ചാപ്റ്ററാണ് കേട്ടോ. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് ആദ്യം നല്ലോണം കൺസെപ്റ്റ് അറിഞ്ഞു വെക്കുക, എന്നിട്ടാണ് നമ്മൾ പ്രോബ്ലംസിലേക്കൊക്കെ പോകുന്ന സമയത്ത്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലംസ് അങ്ങനെയില്ല, ഫുൾ കൺസെപ്റ്റ് മാത്രമാണ്. അപ്പോൾ അത് നല്ലോണം വൃത്തിയിൽ പഠിച്ചു വെച്ചാൽ തന്നെ നല്ലതായി. അതിൽ നിന്ന് വേറെ എന്താണ് ടഫായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ചോദ്യങ്ങൾ വരും. അപ്പോൾ 7 മണിക്കത്തെ എൻ്റെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം പോയിട്ട് ഫിസിക്സിൽ എൻ്റെ ഒരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ ടിക്ക് ചെയ്യാണ്. ചോറ് കഴിച്ചതിന് വന്നതിന് ശേഷമാണ് അടുത്ത സ്റ്റഡി സെഷൻ ആരംഭിക്കുന്നത്. 7:30ക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാത്സാണ് ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ത്രികോണമിതി തന്നെയാണ്, അതായത് നമ്മുടെ ട്രിഗണോമെട്രി തന്നെയാണ്. അത് ഞാൻ സൈലത്തിലെ ക്ലാസ് തന്നെയാണ്. ഞാൻ മാത്സ് അധികവും ഞാൻ സൈലം തന്നെയാണ്. ഫുഫു സാറിൻ്റെ ക്ലാസ്സാണ് എനിക്ക് ഭയങ്കര ഒരു എഫക്റ്റീവായിട്ടും ഭയങ്കര ഇഷ്ടമാണ് ആ മാഷിന്. അപ്പോൾ ഞാനത് തന്നെയാണ് കാണാറുള്ളത്. പിന്നെ പരീക്ഷയുടെ സമയമാകുമ്പോൾ ഞാൻ എജുപോർട്ടിലെ ആ ഒരു ലൈവൊക്കെ ഇല്ലേ, അതൊക്കെ ഇരുന്ന് കാണും. അതായത് അവർ ലീവുള്ള ദിവസം ഫുള്ള് ഉച്ച വരെ ലൈവൊക്കെ വെക്കും, അതൊക്കെ ഞാൻ കാണാറുണ്ട്. അതൊക്കെ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പം ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും കാര്യത്തിൽ സൈലവും എജുപോർട്ടും അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ ക്ലാസ് കണ്ടിട്ട് പിന്നെ ഞാൻ ആദ്യം മുതലേ ഒന്ന് പ്രാക്ടീസ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. ഇടയ്ക്ക് ഇങ്ങനെ മറന്നു പോകുന്നുണ്ട് സംഭവങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്സിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. നിങ്ങൾ പാഠം തീർക്കുന്ന വെപ്രാളത്തിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അതല്ലാതെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. അത്രയും വരെയുള്ളത് നിങ്ങൾ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് ലേബർ ഇന്ത്യ പോലുള്ള ബുക്സ്, അങ്ങനെയല്ല കുറേ ബുക്സും പിന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഓരോരോ വീഡിയോസിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. പാഠം തീർക്കാൻ വേണ്ടി ഇങ്ങനെ ഇതാക്കരുത്. അതായത് മെല്ലെ മെല്ലെ പോയാലും മതി. പക്ഷെ നിങ്ങൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മാത്സൊക്കെ വേഗം മറന്നു പോകും, ചില കൺസെപ്റ്റ്, പ്രത്യേകിച്ച് ട്രിഗണോമെട്രി ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മാത്സിൻ്റെയും ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്ക് ചെയ്യാണ്. 9 മണി വരെയായിരുന്നു നമ്മളുടെ ടാർഗറ്റ്. 8:53 തന്നെ നമ്മൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിസിക്സിൻ്റെ നോട്ട്. പാഠം ഫുൾ കവറായിട്ടില്ല. വൈദ്യുതകാന്തിക സ്പെക്ട്രം വരെയാണ് ഞാൻ ഇന്ന് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇതിലുള്ള ഗൈസ്, ടാറ്റാ ബൈ ബൈ, സീ യു.